ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ആയി അംഗൻവാടി പോകുന്നത്. ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും മുഖത്ത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഞാൻ അംഗൻവാടിയിലാക്കുമോ എന്നുള്ള പേടിയാണ്. ഞാൻ ആദ്യനും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാലേ ടെൻഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കാരണം ഭയങ്കര കരച്ചിലായിരുന്നു, രാവിലെ പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആദ്യം കൂടെ ഉണ്ടായതിനോട് കുഴപ്പമില്ല. അങ്ങനെ കൊടിയൊക്കെ ഉയർത്തി കഴിഞ്ഞ് പൂവൊക്കെ എറിഞ്ഞ് നമ്മൾ സെല്യൂട്ടൊക്കെ അടിച്ചതിന് ശേഷം അപ്പം തന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ആയി പോവല്ലേ എന്ന്. കാരണം കുറച്ചു നേരം നിന്നാ മതി. അങ്ങനെ പിന്നെ ദേശീയഗാനം ചൊല്ലി കഴിഞ്ഞേരം കേട്ടോ പോരുന്നത്. ദേശീയഗാനമൊക്കെ ചൊല്ലി കഴിഞ്ഞപ്പോഴേക്കും മുട്ടായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ആയപ്പോഴേക്ക് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായിരുന്നേ. അങ്ങനെ മുട്ടായി കഴിച്ച് നേരെ അംഗൻവാടിയിൽ നിന്ന് വീട്ടിലേക്ക് ആയിരുന്നു കേട്ടോ പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ആയും മാമിമോളും ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആദ്യനും ആയനും കൂടെ കാണിക്കാൻ പോകേണ്ടിയിരുന്നു കേട്ടോ. കോഴിക്കോട് വെസ്റ്റിയിൽ മനോജ് ക്ലിനിക്കിൽ മൂക്കിൻ്റെ പ്രശ്നം രണ്ടാൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളെയും കൂടി കൂട്ടി ഞങ്ങൾ പോയി കാണിച്ചൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ടോ പോയി. അങ്ങനെ ആയൻ്റെ പാട്ട് വണ്ടിയിൽ നിന്ന് നല്ല പാട്ടും കളിയൊക്കെ ആയിരുന്നു കേട്ടോ ആയോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കോഴിക്കോടൻ കിച്ചണിലേക്ക് ഇരുന്നിട്ട് പോയത്. അവിടുന്ന് ബീഫ് മൗജുബൂസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിരുന്നത്. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഹൈലൈറ്റ് മോളിലേക്ക് ഇരുന്നിട്ടോ പോയി. അതിന് സ്ഥലമൊന്നും മറന്നുപോയില്ല, 2 പ്രാവശ്യമാണ് പോയതെങ്കിലും ഭയങ്കര മെമ്മറി പവറാണ് കേട്ടോ ആയത്. അവിടെ പാർക്കിങ്ങിൽ എത്തിയ സമയത്ത് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു ഇവിടേക്കാണ് വരുന്നതെന്ന്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കുട്ടേട്ടനോട് പറയാം, കുട്ടേട്ടാ താങ്ക് യു എന്നൊക്കെ. ഞങ്ങൾ തന്നെ അതിശയിച്ച് ചെയ്ത് എന്താ സംഭവം, അത്രയ്ക്ക് സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി, സ്റ്റുഡിയോയിൽ നിന്ന് 2-3 ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലത്തേക്ക് ആയിരുന്നു കേട്ടോ പോയി. ആയു വിചാരിച്ച സ്ഥലത്തല്ല കേട്ടോ ഇപ്പോൾ എത്തിയത്. അവിടുന്ന് പിന്നെ മുകളിൽ കയറി അവിടേക്കും പോയപ്പോൾ ആയുവിന് വിചാരിച്ച സ്ഥലത്തല്ലായിരുന്നു എത്തി. അവന് ചാടി കളിക്കുന്ന ആ പ്ലേ ഏരിയയിലേക്ക് ആയിരുന്നു കേട്ടോ പോകേണ്ടീനെ. അപ്പോൾ അവിടെ ഒന്നും സെറ്റായില്ല. പിന്നെ നേരെ കളിക്കുന്ന അവിടേക്ക് പോയിട്ടോ. അവിടെ കുട്ടികൾക്ക് അരമണിക്കൂറേക്ക് 300, 1 മണിക്കൂറേക്ക് 400 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. എന്തായാലും മക്കൾ വാശി പിടിച്ചു, പിന്നെ സമ്മതിച്ചില്ല കേട്ടോ അവിടുന്ന് പോരാൻ. പിന്നെ ഞാനും അഖിലേശായിരുന്നു ഉള്ളിൽ കയറിയത്. പിന്നെ ഞങ്ങളെ കുട്ടിത്ത് അവിടെ എത്തിയപ്പോൾ ഉണർന്നു കേട്ടോ. ഞങ്ങളും കുറേ ചാടി കളിച്ച് അവിടുന്ന്. അരമണിക്കൂർ പെട്ടെന്ന് പോയി. ഞങ്ങൾ അരമണിക്കൂറായിരുന്നു സ്പെൻഡ് ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് ടൈം കഴിഞ്ഞു കേട്ടോ. ഞങ്ങളത് മക്കളെ ആയുനെ പിടിച്ച് ഇറക്കാനായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ആദ്യം ക്ലാമ്പിംഗ് ഒക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് ആയനും ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആയനെ ഏജ് ആവാത്തതുകൊണ്ട് അവർ കയറ്റിയില്ല. പക്ഷേങ്കിലും അവനെ കാണിക്കാൻ വേണ്ടി വെറുതെ എടുത്തോ പൊക്കിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതാ ഭയങ്കര കളിയിലായിരുന്നു, ഭയങ്കര